നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പോൾ പൊട്ടും എന്ന രൂപത്തിലാണ് IPL റിറ്റൻഷൻ റൂൾസ് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത കൈവരികയാണ്. IPLൻ്റെ ഗവേണിംഗ് കൗൺസിൽ ഇന്ന് മീറ്റിംഗ് കൂടുകയാണ്. ഇന്ന് എന്ന് പറയുമ്പോൾ ഇതാ തൊട്ടടുത്ത മിനിറ്റുകളിൽ 11:30 ബംഗളൂരുവിൽ വെച്ചിട്ട് മീറ്റിംഗ് കൂടുന്നു. ഫോർ സീസൺസ് ഹോട്ടൽ, ബംഗളൂരുവിലെ ഫോർ സീസൺസ് ഹോട്ടലിലാണ് ഇന്ന് IPL ഗവേണിംഗ് കൗൺസിലിൻ്റെ മീറ്റിംഗ് ഉള്ളത്. അതിൽ IPL റീറ്റൻഷനുമായി ബന്ധപ്പെട്ട റൂള് ഫൈനലൈസ് ചെയ്യും എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ക്രിക്ബസിൻ്റെ ജേർണലിസ്റ്റ് വിജയ് ടാഗോറാണ്. സോ കാര്യങ്ങൾ ഒടുവിൽ അനൗൺസ് ചെയ്യാൻ പോകുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ അനൗൺസ്മെൻറ്റ് വരും. ദി അനൗൺസ്മെൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ നെക്സ്റ്റ് 24 hours ഇഫ് നോട്ട് സാറ്റർഡേ ഇറ്റ് സെൽഫ്, though a formal decision is expected to be taken in the next few hours എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. ചുരുക്കത്തിൽ അടുത്ത 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇന്ന് തന്നെ വരാം, അല്ലെങ്കിൽ പിന്നെ 24 മണിക്കൂറിനുള്ളിൽ ആ അനൗൺസ്മെൻറ്റ് വരും എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത്. അതോടൊപ്പം ഈ IPL റിറ്റൻഷനുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല ഇന്ന് ചർച്ചയിലേക്ക് വരുന്നത്. ഇന്ന് എവിടെ വെച്ച് വേണം ഓപ്ഷൻ നടത്തേണ്ടത് എന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനം വരും. മെഗാ ഓപ്ഷൻ്റെ ഡേറ്റും വെന്യൂവും തീരുമാനിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ നവംബർ അവസാനം എന്ന രൂപത്തിൽ ഒരു സമയം കണ്ടിട്ടുണ്ടെങ്കിലും അതിനൊരു കൃത്യമായിട്ടുള്ള ഡേറ്റ് വെക്കണം, അതുപോലെ വെന്യൂവും തീരുമാനിക്കണം. ഇപ്പോൾ ഒരു ഗൾഫ് സിറ്റിയിൽ നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന് വിജയ് ടാഗോർ റിപ്പോർട്ട് ചെയ്യുന്നു. സൗദി അറേബ്യ ഈസ് ഓൾസോ ബിലീവ്ഡ് ടു ബി ടേക്കൺ ടു ഹോസ്റ്റ് ദി ഓപ്ഷൻ ആൻഡ് ഇഫ് ദി GC അപ്രൂവ്സ് ഇറ്റ് മേ ഈവൻ ബി ഹെൽഡ് ഇൻ റിയാദ് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ സൗദി അറേബ്യക്ക് താല്പര്യമുണ്ട് ഇതിൻ്റെ ഓപ്ഷൻ ഹോസ്റ്റ് ചെയ്യാൻ. ഒരു പക്ഷേ റിയാദിൽ നടന്നേക്കാം. ഗവേണിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ ഇത്തവണ റിയാദിൽ വെച്ച് IPL ഓപ്ഷൻ നടന്നേക്കും എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു. അതോടൊപ്പം തന്നെ എത്ര താരങ്ങളെ റീറ്റെയിൻ ചെയ്യും അത് ഇന്ന് തീരുമാനിക്കപ്പെടും. 2 മുതൽ 8 വരെ റീറ്റൻഷൻ വേണമെന്നാണ് ഫ്രാഞ്ചൈസികൾ അന്ന് അവരുടെ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 to 8 വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ ഇതിലൊരു സംവെയർ മിഡിൽ 5 to 6 ഇൻക്ലൂഡിങ് RTM ഓപ്ഷൻ BCCI തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും റീറ്റൻഷൻ അനൗൺസ്മെൻറ്റ് നെക്സ്റ്റ് 24 hours പ്രതീക്ഷിക്കാം. ഇന്നിതാ നിർണായകമായ മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. മീറ്റിംഗ് ആരംഭിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.